കൊടുങ്ങല്ലൂർ പുല്ലൂറ്റിൽ വ്യാജ ചാരായം നിർമ്മിക്കാൻ സൂക്ഷിച്ച വാഷ് എക്സൈസ് പിടികൂടി. മണ്ണാർത്താഴം കായലോരം ദേശത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് 100 ലിറ്റർ വാഷ് പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കൊല്ലം തേനി ദേശീയപാതയിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ തെങ്ങമം ശൂരനാട് സ്വദേശികളായ 3 പേർക്ക് പരിക്ക്. എതിർദിശയിൽ വരികയായിരുന്ന വാഹനങ്ങൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവർ ചികിത്സയിൽ. തൃശൂർ ഡിസ്ട്രിക്ട് പോലീസ് കായികമേള സമാപിച്ചു. 50ാമത് കായികമേളയിൽ സായുധ സേന ബറ്റാലിയൻ, തൃശൂർ സബ് ഡിവിഷൻ, ഗുരുവായൂർ സബ് ഡിവിഷൻ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. തൃശൂർ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ അർഹതാ നിർണയ ക്യാമ്പ് നടന്നു. ക്യാമ്പ് സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾ നൽകുന്നതിനായി. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി. പരിപാടി വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ മുഖേന കൗങ്ങിൻ തൈ വിതരണം നടത്തി. പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം. പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരം കോട്ടൂർ ഗവൺമെന്റ് UP സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. വനവിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ, വിവിധതരം അച്ചാറുകൾ തുടങ്ങിയവ മേളയുടെ മാറ്റുകൂട്ടി. മേളയോടനുബന്ധിച്ച് ബിരിയാണി ചലഞ്ചും സംഘടിപ്പിച്ചു. പരിപാടി വാർഡ് മെമ്പർ മലവിള രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.